بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. മുഅ്മിനീങ്ങളെ, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട സ്മരണകളിലൂടെ പാടിയും പറഞ്ഞും പ്രസംഗിച്ചും സത്യവിശ്വാസികൾ സമയം ചെലവ് ചെയ്യുന്ന റബീഇന്റെ അനുഗ്രഹീതമായ സമയങ്ങളിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഉള്ളത്. അവിടുത്തെ റുഫഖായിൽ, അവിടുത്തെ ഇഷ്ടക്കാരിൽ അള്ളാഹു നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. മറ്റിതര വ്യക്തിത്വങ്ങളെ പഠിക്കുന്ന പോലെയും അറിയുന്ന പോലെയും അല്ല ഹബീബായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയലും പഠിക്കലും. ആ ജീവിതം പ്രാമാണിക ബന്ധിതമായിരുന്നു. അവിടുത്തെ സ്വഭാവം, പരിശുദ്ധ പ്രമാണം, വിശ്വപ്രമാണം ഖുർആൻ തന്നെയായിരുന്നു. ആയതിനാൽ അവിടുത്തെ കണ്ടെത്താൻ അവലംബിക്കേണ്ട സ്രോതസ്സുകൾ പ്രമാണവും ചരിത്രവും നിഷ്പക്ഷ ബോധത്തോടുകൂടെ അവിടുത്തെ ജീവിതത്തെ വിലയിരുത്തിയിട്ടുള്ളതായ ആളുകളുടെ അഭിപ്രായങ്ങളും ഒക്കെ തന്നെയാണ്. ഇങ്ങനെ സ്പഷ്ടമായ ഒരു ജീവിതം മുന്നിലുള്ളപ്പോഴും അത് വിമർശിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന ഒരു ഖേദകരമായ സത്യം സമാന്തരമായി നാം സ്മരിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ളിടത്ത് ആ ജീവിതത്തെ പറയലും പ്രചരിപ്പിക്കലും നമ്മുടെ ബാധ്യതയാണ്. ആ പ്രചരണം അല്ലാഹു ഏറ്റെടുത്തതാണ്. അവിടുത്തെ പരാമർശത്തെ മഹോന്നതമാക്കി എന്ന് പറയപ്പെടുന്നത് ആകാശത്തിന്റെ സീമകളിലാണ്. ഇൻദൽ മലായികത്തി ഫിസ് സമാഇ വഇൻദൽ മുഅ്മിനീന ഫിൽ അർള് എന്ന് അതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നുണ്ട്. ആകാശത്തിൽ അല്ലാഹു ഏറ്റെടുത്ത് മഹാന്മാരായ മലക്കുകളിൽ ഈ വ്യക്തിപ്രഭാവത്തിന്റെ സമുന്നതിയെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക. അത് ഭൂമിയിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുക. അതിൽ ഭാഗവാക്കാവാൻ കഴിയുക എന്നത് നമുക്ക് അല്ലാഹു തന്നൊരു ഭാഗ്യമാണ്. ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ ഇബ്നു കസീർ പോലും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന പരിശുദ്ധ വചനത്തിന്റെ വ്യാഖ്യാനം കുറിക്കുന്നിടത്ത് പറഞ്ഞത്, അല്ലാഹു റബ്ബായോടത്ത് മുഴുവനും റഹ്മത്തായിട്ടല്ലാതെ അങ്ങയെ നിയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ തിരുവചനത്തെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖബല ഹാദിഹി റഹ്മ, ആ റഹ്മത്തിനെ ഉള്ളുകൊണ്ട് ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ കഴിഞ്ഞവൻ, അതിന്റെ പേരിൽ അള്ളാഹുവിന് സ്തുതി അർപ്പിക്കാൻ കഴിഞ്ഞവൻ, അങ്ങനെയുള്ളവനാണ് വിജയിച്ചത് എന്ന് ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ ഇബ്നു കസീർ പ്രവാചക സ്നേഹത്തിന്റെ പ്രഫുല്ലമായ പ്രകടനങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരു നബി സ്നേഹത്തെ വായിച്ചും പറഞ്ഞും മാത്രം പ്രകടിപ്പിക്കുന്നിടത്ത് എവിടെ ഇത് ഉള്ളിൽ കയറുന്നു എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. അതിനെ പരിഷ്കരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവാചക സ്നേഹ പ്രകടനത്തിൽ പരിധി പോലും ഇല്ല എന്ന ഒരു അർത്ഥത്തിൽ സ്വഹാബികളുടെ ചരിത്രം തോന്നിപ്പിച്ച് കളയാണ്. അവിടുത്തെ കാണാൻ ഇല്ലാത്ത ഈ ഭൂമിയുടെ സൗന്ദര്യം ഇനി എന്റെ കണ്ണെ നീ കാണണ്ട, അല്ലാഹുവേ ഈ കണ്ണിന്റെ കാഴ്ചയെ ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തോട്ടം തെളിച്ചുകൊണ്ടിരുന്ന സ്വഹാബി ദുആ ചെയ്ത് തീരും മുമ്പേ, അവിടുത്തെ വഫാത്തിന്റെ വിവരമറിഞ്ഞ സ്വഹാബി ഗദ്ഗദത്തോടെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് തീരും മുമ്പേ ആ കാഴ്ച നഷ്ടപ്പെട്ടതിനെ ഇമാം റാസി രേഖപ്പെടുത്തുന്നതായി കാണാം. ആ പ്രാർത്ഥനയിൽ ഒരു സത്യമുണ്ട്, ആ പ്രാർത്ഥനയിൽ ഒരർത്ഥമുണ്ട്. ആ സ്നേഹ പ്രകടന പരതയുടെ ആത്മാർത്ഥതയെ മഹാന്മാരായ സ്വഹാബികൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നിടത്ത് അതിന്റെ പിന്നിൽ കൂടലാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പരമാർത്ഥം. അല്ലാതെ പരിഷ്കരണം എന്ന് പറയുന്നിടത്തും പുതിയ രീതികളെ ആവിഷ്കരിച്ച് കാണിക്കുന്നിടത്തും ഒന്നുമല്ല.
സ്വലാത്ത് ചൊല്ലുമ്പോൾ സ്വാഭാവികമായും ശരീരം ഒന്ന് ആടി ഉലയുന്നതും അതിന് താളമിടുന്നതും ഹൃദയം മദീനയിലേക്ക് പോകുമ്പോഴാണ്. അതിനൊക്കെ ഒരു പാരമ്പര്യമുണ്ട്. അതിനൊക്കെ ചരിത്രത്തിന്റെ ഇന്നലകളിലൂടെ മഹോന്നതരായ പൂർവികർ കാണിച്ചു തന്ന ഒരു ചിത്രമുണ്ട്. അലിഫിനെ അലിഫ് ആയും, അലിഫ് ചേർത്ത് ലാമിനോട് ചേർത്ത് അൽ ആയും, ഇലാഹിനെ ചേർത്ത് വിളിച്ച് അല്ല എന്ന ഉച്ചാരണത്തെ ഇങ്ങനെയാണ് പറയേണ്ടത് എന്ന രീതിയിലും നമുക്ക് പഠിപ്പിച്ചു തന്നതിനെ പാരമ്പര്യം എന്നാ പറയാ. പാരമ്പര്യം തന്നെയാണ് ദീൻ എന്ന് ഖുർആൻ സൂറത്ത് ശൂറ. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ അൻ അഖീമുദ്ദീൻ എന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങളുടെ ശറഅ്, മഹാനായ ശരീഅത്തിന്റെ ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് നബിയിലും, വല്ലദീ ഔഹൈനാ ഇലൈക ശരീഅത്തിന്റെ അവസാനത്തെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും എത്തിയതെന്തോ അത്. ആയത്തിന്റെ ശേഷം പറയുന്നത്, അല്ലെങ്കിൽ ആയത്തിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് അന്നഖീമുദ്ദീൻ, മുസ്തഖീമായ മാർഗം. എങ്കിൽ അതിന്റെ ഇടയിലെ കൃത്യമായ പരമ്പരയെ, സനദിനെ, ചരിത്രത്തിന്റെ കൃത്യമായ അളവുകോലെടുത്ത് വെച്ച് തന്നെയാണല്ലോ പറഞ്ഞത്. വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ. കാലഘട്ടത്തിന്റെ ക്രമാനുസൃതമായ നിയോഗങ്ങളെ കൃത്യമായ പരമ്പരയിൽ, പാരമ്പര്യത്തിൽ പറഞ്ഞു, സനദിൽ പറഞ്ഞു. പാരമ്പര്യത്തെ തള്ളിയിട്ട് ഒരു ദീനില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സ്നേഹപ്രകടന പരതയിൽ പാരമ്പര്യത്തിന് വലിയ സ്വാധീനം തന്നെയുണ്ട്. യഥാർത്ഥത്തിൽ പരിഷ്കരണം അവിടെയല്ല ചെയ്യേണ്ടത്, ഹൃദയത്തിലാണ് വേണ്ടത്, പെരുമാറ്റത്തിലാണ് വേണ്ടത്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കേണ്ടത് പ്രമാണങ്ങളിൽ നിന്നാണ്. ഏതായാലും ആ ജീവിതത്തിന്റെ സൗന്ദര്യങ്ങളെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്ന, മനുഷ്യ ജീവിത സമ്പർക്കങ്ങളിൽ സഹജമായി സംഭവിക്കുന്ന അപാകതകളെ തിരുത്തി കാണിക്കേണ്ട ഇടങ്ങളിലൂടെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടാണ് നമ്മൾ അത് തെളിയിക്കേണ്ടത്. വ്യക്തി ജീവിതത്തിന്റെ നിലവാരത്തെ ബാധിക്കും, സാരമായി തന്നെ ബാധിക്കും. സമ്പർക്കങ്ങളിലെ മര്യാദകേടുകൾ നിലവാരത്തെ ബാധിക്കുകയാണ്. അവിടെ തിരുചര്യകൾ ഇടപെടുന്നു എന്ന ഒരു പ്രസ്താവത്തിൽ നിന്നുകൊണ്ട് 7ഓളം സുന്നത്തുകൾ ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞു പോവാൻ ആഗ്രഹിക്കുന്നു. റബ്ബ് നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകട്ടെ. അശ്രദ്ധമായി സംഭവിക്കുന്ന അപാകതകൾ ഒരിക്കൽ തിരുത്താൻ ഒരു മനുഷ്യൻ തയ്യാറായില്ലെങ്കിൽ ആ തിരുത്തൽ അവിടെ അവശേഷിക്കുന്നു. അതോടൊപ്പം അപാകതകൾ നിറയുന്നു, നരകം അഭയമാകുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആരോടും വിദ്വേഷം പാടില്ല എന്ന് പഠിപ്പിക്കായിരുന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമായിട്ടാണ് ഈ തത്വത്തെ അവിടുന്ന് ജീവിതം കൊണ്ട് ആവിഷ്കരിച്ചത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശറിന്റെ ആയത്തുകൾ, വല്ലദീന തബവ്വഉദ് ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം. വിദ്വേഷങ്ങൾ പാടില്ല, പാരസ്പര്യബോധം, സ്നേഹം. സ്വഹാബികൾക്കിടയിൽ നിന്നും ദീൻ പഠിച്ചവർ അത് പുലർത്തിപ്പോന്നു. മദീനയെ വർണ്ണിക്കുകയാണ്. വല്ലദീന തബവ്വഉദ് ദാർ, വീട് ഒരുക്കിയവർ. എന്തിനായി വീട് ഒരുക്കിയതെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച പാരമ്പര്യം. മഹാനായ ഇമാം തബ്രാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ പറയുന്നുണ്ട്, ആ വീട് ഒരുങ്ങിയ ദിനം ഒരു റബീഉൽ അവ്വൽ 12 സ്വാഭാവികമെന്നൊരു തിങ്കളാഴ്ചയും കൂടെയായിരുന്നു. സിറത്തുൻ നബവി ഒന്നുകൂടി വ്യാഖ്യാനിക്കുന്നുണ്ട്, അത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന പ്രവേശമായിരുന്നു. അന്ന് വീട് ഒരുക്കിയവർ വൽ ഈമാൻ, പ്രവാചക പ്രവേശത്തെ ആഘോഷമാക്കിയാൽ, ആഘോഷം മീൻ സന്തോഷ പ്രകടനം ആക്കിയാൽ, ആ സന്തോഷ പ്രകടനത്തെ ഒരു അമലായി പരിഗണിച്ചാൽ, വൽ ഈമാൻ, അമലിന് ശേഷം ഈമാൻ പറഞ്ഞ ഖുർആനിന്റെ ഏക ഒരു പ്രസ്താവന ഇത് മാത്രമേ ഉള്ളൂ. ഈമാനിനേക്കാൾ മുമ്പ് പ്രവാചക പ്രവേശത്തെ ആഘോഷമാക്കിയതിനെ അമല്, ആ അമലിനെ ഈമാന്റെ മുമ്പ് പറഞ്ഞു. ഈമാന്റെ മുമ്പ് അമല് പറയാ എന്നത് ഖുർആനിൽ വേറെ എവിടെയില്ല. ഈമാനിന് ഈ അമല് നിർബന്ധ, ഈമാൻ നിലനിൽക്കണമെങ്കിൽ. ആ ഈമാന്റെ ബേസ് ആണ് ആ അമൽ. ഏത് അമൽ? പ്രവാചക പ്രേമത്തിന്റെ പ്രകടനം എന്ന അമൽ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. വിശദീകരിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞു പോരുന്നിടത്ത് ആ പ്രവാചക പ്രണയത്തിന്റെ അടിസ്ഥാനം മദീന ഏറ്റെടുത്ത ആ ഒരു സാഹചര്യത്തെ പറഞ്ഞു വരുന്ന ആയത്തുകളിലൂടെ പറയുന്നുണ്ട്. അന്ന് മഹാന്മാരായ സ്വഹാബികളിൽ ഉണ്ടായ സംസ്കരണം, പ്രവാചക പ്രേമത്തിന്റെ പരിഷ്കരണം എങ്ങനെയായിരുന്നു എന്നറിയോ? വലാ യജിദൂന യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. ഉള്ളു തുറന്ന് സ്നേഹിച്ചു,
ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അപരിചിതരായ മുഹാജിറുകളെ വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ, അവരുടെ സ്വന്തത്തിൽ നിന്നുകൊണ്ട് സ്വാർത്ഥംബരികളായി ചിന്തിക്കാതെ സ്വന്തം ആവശ്യങ്ങളെ വന്നു കയറിയ വിരുന്നുകാരന് വേണ്ടി മാറ്റിവെച്ചു, എല്ലാം പകുത്തു, വലിയ സ്നേഹം പഠിപ്പിച്ചു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടും വിദ്വേഷം പാടില്ല, എല്ലാവരോടും തുറന്ന മനസ്സ്, ഒരു വലിയ സുന്നത്താണിത്. ഈ ആയത്തുകൾ അവതരിപ്പിക്കുന്നത് ഒരു മദീന ജീവിതത്തെയാണെങ്കിൽ ഈ ആയത്തിന്റെ ശേഷം ഒരു പ്രാർത്ഥനയാണ്. ഇത് നിലനിന്ന് പോകേണ്ടതാണ്. സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഓരോ വ്യക്തിത്വവും സ്വയം ചെറുതാവുകയാണ്. ആ ചെറുതാകൽ പാടില്ല. ഒരു പ്രയത്നം, സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു പ്രയത്നം, അതിനോട് ചേർത്ത് വെക്കേണ്ട പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ റബ്ബന ഇഗ്ഫിർ ലനാ ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. സൂറത്തുൽ ഹശ്ർ. ആ സ്വഹാബികളുടെ സ്വഭാവം എങ്ങനെയാ? സ്നേഹത്തെ നിലനിർത്തിക്കൊണ്ടുപോവാനുള്ള നിരന്തരമായ പരിശ്രമത്തോടൊപ്പം അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വലിയ പ്രാർത്ഥനയും ഉണ്ടായിരുന്നുവെന്ന് ഖുർആൻ. ആ പ്രാർത്ഥന ജീവിച്ചിരിക്കുന്നവരിൽ പരിമിതമല്ല, സർവകാലത്തിനും ഈ പ്രാർത്ഥന നിർബന്ധമാ. സ്നേഹം നിലനിൽക്കാൻ ഇത് മുഹമ്മദ് നബി പഠിപ്പിച്ചതാ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ പ്രാർത്ഥന ലോകാവസാനം വരെ വേണ്ട പ്രാർത്ഥനയാ. പൂർവികരായ ഇന്നലകളിൽ കഴിഞ്ഞുപോയ സ്വാത്വികരായ മഹത്തുക്കൾക്ക് വേണ്ടിയും മരണപ്പെട്ടവർക്ക് വേണ്ടിയും ഈ പ്രാർത്ഥന അതിൽ കൃത്യമായ ഇടം കൊടുക്കുന്നു. സബഖൂ, മുൻകടന്നു പോയവർ, മൺമറഞ്ഞു പോയവർ, അല്ലാഹുവേ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞങ്ങളോട് ഇടപഴകിയവർ, അവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ മോമിനീങ്ങൾ, റബ്ബേ ഇടപഴകിയോടത്തൊന്നും മനസ്സിന്റെ അകത്ത് കറവരല്ലേ അല്ലാ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഉള്ളിന്റെ അകത്ത് വാശിയും വീറും പോരും വരാതെ കൃത്യമായ സ്നേഹത്തെ പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. ഇതാണ് അവിടുത്തെ ജീവിതം നമുക്ക് തരുന്ന ഏറ്റവും വലിയ മെസ്സേജ്. ഒന്നാമത്തെ സുന്നത്ത് ഇത് തന്നെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറുപ്രായത്തിലുള്ള അനസിനെ ചേർത്ത് പിടിച്ചു റളിയല്ലാഹു അൻ. അള്ളാന്റെ ഹബീബ് വിളിക്കുന്ന ആ പ്രയോഗം പോലും തസ്ഗീറിന്റെ പ്രയോഗ. ബുനയ്യ, പൊന്നുമോനെ, കൊച്ചുമോനെ, ഒന്നിങ്ങു വന്നാലും ചേർത്ത് പിടിച്ചു അനസ് റളിയല്ലാഹു അൻഹു. അള്ളാന്റെ ഹബീബിന്റെ പൂമേനിയോട് ഒട്ടിച്ചേർന്നു നിന്നു. ചെറുപ്രായത്തിന്റെ മനസ്സിൽ പോലും കൊടുക്കുന്നത് ഏതൊരു വികാരമാണെന്നറിയുമോ? ഇൻ ഖദർത അൻ തുസ്ബിഹ വതുംസിയ വലൈസ ഫീ ഖൽബിക ഗശ്ൽ യഹദ് ഫഫഅൽ ദാലിക വദാലിക മിൻ സുന്നതി വമൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് കാണാം. പ്രഭാത പ്രദോഷ ഭേദമന്യേ മറ്റാരോടും വിദ്വേഷമില്ലാത്ത മാനസികാവസ്ഥ തുടർത്താൻ നിനക്ക് കഴിയുമെങ്കിൽ ചെയ്യുമോനെ. വദാലിക മിൻ സുന്നതി. ഒരു മനുഷ്യൻ ഇങ്ങനെയാ മദീനയിൽ ജീവിച്ചത്. ഒരു മനുഷ്യൻ ഇങ്ങനെയാ ലോകത്തിന്റെ മുന്നിലെ ഏറ്റവും വലിയ വ്യക്തിപ്രഭാവമായി നിറഞ്ഞു നിന്നത്. ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് ഗ്രീക്ക് തത്വചിന്തകനായ ലാമാർട്ടിന്റെ വാക്കുകൾ പോലും മനുഷ്യ മഹത്വത്തിന്റെ അളവുകോൽ ആസകലമെടുത്ത് പരിശോധിച്ചാലും അവസാനം ചോദിച്ചു പോകും, ഈസ് there any man greater than he? No man is greater than he. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരിക്കലും ഇവിടത്തെ കവച്ചു വെക്കാൻ ആരുമില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ടും ഇവിടുന്ന് വിമർശിക്കപ്പെടുന്നു എന്നതിൽ വേദനയുണ്ട്.
അള്ളാഹു പ്രപഞ്ചത്തിന്റെ ഉടമയാ, സർവലോക സംരക്ഷകനാ. സമാന്തരമായി തന്നെ ദൈവനിഷേധത്തെ, ഈശ്വര നിഷേധത്തെ അവൻ തന്നെ പടച്ചതാ. ഇത് ഈ ഭൂമിയുടെ ഒരു നിയമമാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അവിടുത്തെ മഹബത്ത് കൊണ്ടല്ലാതെ ഒരു മനുഷ്യനെ ആത്മീയമായി നിയന്ത്രിക്കപ്പെടുകയില്ല. അവിടുത്തെ ജീവിതത്തിന്റെ രണ്ടാമത്തെ സുന്നത്ത് പരസ്പരം വിട്ടുവീഴ്ചയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ വിട്ടുവീഴ്ച ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിട്ടുവീഴ്ചയാണ്. ഒരുപാട് സ്വഹാബത്തിന്റെ കോടിക്കണക്കിന് സമ്പത്ത് വലിച്ചെറിഞ്ഞിട്ട് ഹിജറയുടെ തീഷ്ണമായ അവസ്ഥകളെ താണ്ടി അവർ വിജയത്തിലേക്ക് തിരിച്ചു വരുന്ന മക്കം ഫതഹിന്റെ പ്രോജ്വലമായ നിമിഷത്തിൽ പോലും അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരെ നിരത്തി നിർത്തി ചോദിക്കുകയാണ്, എന്നെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അവര് പേടിച്ചരണ്ടിരിക്ക, എന്തും പറയും അവര്. എന്നാൽ അവർക്ക് പറയാൻ നാവ് എങ്ങനെ വഴങ്ങൂ? കാരണം മനസ്സിൽ വന്നിരിക്കുന്ന ചിത്രം അങ്ങനത്തതാ. ഇബ്നു കൂടപ്പിറപ്പാ, ഞങ്ങളുടെ കൂടപ്പിറപ്പാ. സർവാധിപതിയായി വന്നിരിക്കുന്നത് ഞങ്ങളുടെ കൂടപ്പിറപ്പാ. ആ ഒരു രക്തബന്ധത്തിന്റെ അംശം സ്നേഹത്തിൽ ചാലിക്കാതെ കാണിക്കില്ലല്ലോ. അവിടത്തോടുള്ളതായ പ്രതീക്ഷ ആർക്കാ പ്രതീക്ഷയില്ലാത്തത്? ആർക്കാണ് പ്രതീക്ഷയില്ലാത്തത്? അവിടുത്തെ അനുകമ്പയിൽ, അവിടുത്തെ സ്നേഹത്തിൽ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്തിൽ പറഞ്ഞ റഊഫ് മുഹമ്മദ് മുസ്തഫ, ഈ ആയത്തിൽ പറഞ്ഞ റഹീം സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവിലേക്ക് ചേർക്കപ്പെടുന്ന പ്രയോഗങ്ങളെപ്പോലും കരുണയിലും അനുകമ്പയിലും ദാക്ഷിണ്യത്തിലും അവിടത്തോട് റബ്ബ് പറഞ്ഞുവെങ്കിൽ അവാജ്യം അനിർവചനീയം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയേണ്ടത്, അങ്ങ് മാന്യനാണ്, ദയാലുവാണ്, ഞങ്ങളുടെ കൂടപ്പിറപ്പാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹബീബിന്റെ നേരെ എപ്പോഴും ആയുധം ചുഴറ്റി നിന്നവൻ പോലും വിധേയത്വ ബോധത്തോടുകൂടെ എന്തും സംഭവിക്കും. തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പോലും അതും അധികമാവില്ല. വെട്ടിത്തുണ്ടം തുണ്ടമായി വലിച്ചെറിയാൻ പ്രഖ്യാപിച്ചാലും അത് അനുഭവിച്ചാലും ഞങ്ങൾക്കത് അധികമല്ല, അത്ര ഞങ്ങൾ ഉപദ്രവിച്ചിരുന്നു. എന്നിട്ടും അവിടുത്തോടൊരു പ്രതീക്ഷ വെച്ചവർ അവരുടെ അവിടുത്തെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുമ്പോൾ ചരിത്രത്തിന്റെ ആവർത്തനം ലോകത്തിന്റെ കാരുണ്യവാൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവീകർ ചെയ്തതിനെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞു. സൂറത്ത് യൂസുഫിന്റെ 92ാമത്തെ ആയത്തങ്ങോതി മക്കം ഫതഹിന് ഇമാം നസായിയുടെ സുനനുൽ കുബ്രയിൽ ഹദീസ് കാണാം. ലാ തത്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ഇന്നിന്റെ പ്രഭാതവും ഇന്നിന്റെ പ്രദോഷവും ലോകത്തെ ഏറ്റവും വലിയ വിട്ടുവീഴ്ചയ്ക്ക് സാക്ഷിയാവട്ടെ. ഇന്ന് പ്രതികാരമില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂസുഫ് നബി പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത വിട്ടുവീഴ്ചയെ ഞാൻ ഓർക്കട്ടെ, അത് ഞാൻ പറയട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പിന്നീട് അവിടുത്തെ ജീവിതത്തിൽ കാണുന്ന മൂന്നാമത്തെ സുന്നത്ത് ആർദ്രതയാണ്. ഇല്ലെങ്കിലും കൊടുക്കാൻ ഒരു മനസ്സ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലോ, ദീൻ എന്ന് പറഞ്ഞാൽ അതാ ഉണ്ടായിട്ട് കൊടുക്കലല്ല, ഇല്ലെങ്കിലും കൊടുക്കാൻ ഒരു മനസ്സ് വേണം. അതൊരു മൂമിനിന്റെ, ഒരു പ്രവാചക പ്രേമിയുടെ ലക്ഷണമാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ദീനിനെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 5 തത്വങ്ങളിൽ അധിഷ്ഠിതം. ദീനെന്ന് പറഞ്ഞാൽ അതാ, ദീനെന്ന് പറഞ്ഞാൽ അതാ. ഒന്നാമത്തേത് അത്തവാദുഉ ഇൻദദ്ദൗല. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിനയം വേണം. അവിടെയാണ് ഖലീഫമാരുടെ ചരിത്രത്തിന്റെ മധുരം കിട്ടാ. അധികാരം കിട്ടിയാൽ ഒരു വിനയം. ചിലർക്കൊക്കെ എന്തെങ്കിലും ഒരു അധികാരം കിട്ടിയ അവരുടെ വാക്കുകളിൽ നടക്കുന്ന കണ്ടാൽ തന്നെ പറയും, മാറടാ ഇവനാണ് അബൂജഹൽ എന്ന് തോന്നും. മാറടാ. ആ രീതിയിലുള്ള നടത്തവും ആ രീതിയിലുള്ള ഗർവും. ചില ഗവൺമെന്റ് തലങ്ങളിലൊക്കെ ചെറിയ ഉദ്യോഗമൊക്കെ കിട്ടുന്ന ആളുകളുടെയൊക്കെ സ്വഭാവം ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ.
ഇസ്ലാം എന്നത് ഇടപെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രവാചക പ്രേമത്തിന്റെ ഏറ്റവും തെളിഞ്ഞ അവസ്ഥ ഹൃദയത്തെ വിശുദ്ധമാക്കി കൊടുക്കുന്നത് കാണണോ? അധികാരം കിട്ടുന്നിടത്ത് വിനയം ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് വൽ അഫ്ഉ ഇൻദൽ ഖുദ്റ. നമുക്ക് കഴിയും, രണ്ടെണ്ണം കൊടുക്കാൻ കഴിയും, എന്നാൽ നമ്മൾ അവിടെ വിട്ടുവീഴ്ചക്ക് നിൽക്കാം. അഫ്ഉ എന്ന് പറഞ്ഞാൽ മനസ്സിൽ കറയില്ലാത്തോണം തന്റെ പ്രതികാര മനോഭാവത്തെ മാച്ച് കളയലിന് അഫ്ഉ എന്ന് പറയാം, അല്ലെങ്കിൽ ഗുഫ്രാൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അൽ അഫ്ഉ ഇൻദൽ ഖുദ്റ, സാധ്യമാകുന്നോടത്ത്, ജയിച്ചെടുക്കാൻ കഴിയുന്നോടത്ത്, കഴിവുള്ളോടത്ത് വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്ന വലിയ മനസ്സ്. മൂന്നാമത്തേത് ഇല്ലാത്തപ്പോഴും കൊടുക്കാനുള്ള ഒരു മനസ്സ്, ആർദ്രത. അസ്സഖാവത്തു ഇൻദൽ ഖില്ല, ഇല്ലാത്തപ്പോ കൊടുക്കാൻ ഒരു മനസ്സ്, ഉള്ളപ്പോ എന്തായാലും കൊടുക്കൂലോ. ഇല്ലാഞ്ഞിട്ടൊന്നും എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ എന്ന് പറയുന്നത് സമ്പന്നനും പറയാം, പാവപ്പെട്ടവനും ഒരുപോലെ പറയാൻ പറ്റും. സഖാവത്ത് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. വൽഅതിയതു ബിഗൈരി മിന്ന, പിന്നീട് വിളിച്ചു പറയും. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ചെയ്ത അങ്ങനെ വിളിച്ചു പറയുന്നവൻ ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണമില്ലാന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിളിച്ചു പറയലില്ലാത്ത കൊടുക്കലാണോ? അതാണ് ദീനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി വന്നസീഹതു ലിൽ ആമാ. അഞ്ചാമത്തേത് പൊതുവെ കേൾക്കുന്നവരോട് മാത്രമല്ല, പറയുന്നവന്റെ ഹൃദയത്തോടും പറയാൻ കഴിയുന്ന പ്രഭാഷണമേ, അതാണ് ദീനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തുണി കഴുകുമ്പോൾ തുണിയിലെ ചെളി പോകൽ മാത്രമല്ല, കഴുകുന്നവന്റെ കയ്യും നന്നാവണം എന്നതാണ് ദീനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പറയുന്നോടത്ത് പറയുന്നവന്റെ മനസ്സും നന്നാവണം. അല്ലാഹു നന്നാക്കി തരട്ടെ. ഈ രീതിയിൽ അള്ളാന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നത് ആർദ്രത. സ്വർഗത്തിന്റെ അകത്തൊരു മനുഷ്യൻ തത്തിക്കളിക്കുന്നത് കണ്ടു മിഅ്റാജിന്റെ യാത്രയിൽ സയ്യിദുനാ റസൂലുള്ളാഹി. സ്വഹീഹ് മുസ്ലിം. സ്വർഗത്തിന്റെ അകത്ത് ഓടിക്കളിക്കുന്ന ഒരാളെ കണ്ടു. അയാൾക്ക് വല്ലാത്ത സന്തോഷം, അയാൾക്ക് വല്ലാത്ത സന്തോഷം. ഇയാളെങ്ങനെ ആ സ്വർഗത്തിലെത്തിയത്? ഇയാളെങ്ങനെ ആ സ്വർഗത്തിലെത്തിയത്? മഹാനായ ജിബ്രീൽ പറഞ്ഞു, നബിയെ, ഒരു മരമുണ്ടായിരുന്നു ഇയാളുടെ പറമ്പിന്റെ അരികിൽ. ആ മരത്തിൽ നിന്നും കൊമ്പുകൾ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് തടസ്സമായത് പലരും വന്ന് പറയാൻ തീരുമാനിച്ചതാ, പറയേണ്ടി വന്നില്ല. അയാൾ ശ്രദ്ധിച്ച അന്ന് ആ മരം നാട്ടുകാർക്ക് വേണ്ടി അതിർത്തിയിൽ നിന്നും മുറിച്ചു മാറ്റിയവനാണിവനെന്ന് സയ്യിദുനാ ജിബ്രീൽ. അങ്ങനെയാണ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന ഫി ഷജറത്തിൻ ഖതഅഹാ മിൻ ളഗ്രി ത്വരീഖ് കാനത് തുവിന്നാസ്. ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന വൃക്ഷങ്ങൾ റോഡിന്റെ അരികിലുണ്ടാവും. ആ വൃക്ഷങ്ങളെ വെട്ടിമാറ്റി, വൃക്ഷം വെട്ടിമാറ്റുന്നിടത്തൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒന്ന് വെട്ടിയ ഉപകാരമുള്ള ഒരു വൃക്ഷമാണ് വെട്ടുന്നതെങ്കിൽ ഒന്ന് വെട്ടിയ രണ്ടെണ്ണം വേറെ നടണമെന്നുണ്ട്. ആ തത്വത്തെ പാലിച്ചുകൊണ്ട് തന്റെ അതിർത്തിയിലെ മരം മുറിച്ചവൻ ജനങ്ങൾക്ക് വേണ്ടി വല്ലാത്തൊരു മനസ്സുണ്ടായാൽ അത് നടക്കൂ, വല്ലാത്തൊരു മനസ്സുണ്ടായാൽ അത് നടക്കൂ. അങ്ങനെയുള്ളടത്ത് ആർദ്രത. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ആർദ്രത. നന്മയിൽ പരസ്പരം സഹായിക്കണം. പിന്നെ പഠിപ്പിച്ചത് അതാണ്. നന്മയിൽ നല്ലതാണോ അവൻ ചെയ്യുന്നത്, എന്നാൽ എന്റെ ഒരു കൈ സഹായം അതിലുണ്ട്. നല്ലതാണോ അവർ ചെയ്യുന്നത്, എന്റെ നാണയത്തൊട്ടതിലുണ്ട്. ഇത് പരസ്പരം വേണമെന്ന് പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ വിശദീകരിക്കുന്നില്ല, സുദീർഘമായ ഹദീസ്. അവിടുത്തെ ജീവിതത്തിന്റെ നിലപാട് പറയുന്ന 7 കാര്യങ്ങൾ അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ വചനം സ്വഹീഹ് മുസ്ലിമിൽ കാണാം. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയാ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ. ദുനിയാവിന്റെ പ്രയാസങ്ങൾ നീക്കാൻ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹം കൊടുത്ത് തന്റെ പ്രിയപ്പെട്ടവനെ ഒരാൾ സഹായിച്ചാൽ ഖിയാമത്ത് നാളിൽ അതിന്റെ ഏറ്റവും വലിയ അനുഭവം, അതിന്റെ ഒരു പ്രയോജനം അവൻ അനുഭവിക്കാൻ കഴിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവിടുത്തെ നിലപാടതായിരുന്നു. ജീവിച്ചു കാണിച്ചു, പറഞ്ഞു, ഉപദേശിച്ചു. രണ്ടാമത് പറഞ്ഞു, ഒരു ഞെരുക്കക്കാരനെ ആരെങ്കിലും സഹായിച്ചാൽ അല്ലാഹു തആല ദുനിയാവിന്റെ ആഖിറത്തിന്റെ ഞെരുക്കത്തിൽ നിന്ന് സഹായിച്ചവനെ സഹായിക്കും. അപാകതകൾ കണ്ടോടത്ത് മറച്ചു വെക്കാൻ ശ്രമിച്ചു, തിരുത്തി കൊടുക്കാനും അല്ലാഹു തിരിച്ച് നിന്റെ അപാകതകളെ മറച്ചു വെച്ചും നിന്റെ മനസാക്ഷിയെ തിരുത്തിയും അവൻ നിന്നെ സഹായിക്കും. മൂന്നാമത്തേത് അതാണ്.
അള്ളാഹു തന്റെ അടിമയെ സഹായിച്ചു കൊണ്ടിരിക്കും. അടിമയെ സഹായിക്കുമ്പോൾ ഇത് മുഹമ്മദ് നബിയുടെ തത്വ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മയിൽ എല്ലാവരും സമ്മേളിക്കണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ദിക്റുകളോടുകൂടെ സമ്മേളിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എത്ര കാര്യങ്ങളാ പഠിപ്പിച്ചത്. ഈ രീതിയിൽ സമൂഹത്തിന് പിന്നെ പകർന്നു കൊടുത്തു. ഇടപഴക്കത്തിൽ ശ്രദ്ധിക്കണേ, അഭിമാനബോധം. ഒരാളെ പരസ്യമായി പരിഹസിക്കുന്നത് ഒരു തമാശ രൂപേണയാണെങ്കിലും അതിലൊരു വ്യക്തിത്വത്തെ വിചാരണ ചെയ്യപ്പെടുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ അരുതേ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് അവസാനത്തെ പ്രഭാഷണം പോലും അതിൽ ഊന്നി നിന്ന ഒരു വാക്കുകളായിരുന്നു. പരിശുദ്ധമായ പവിത്രമായ സാഹചര്യങ്ങളും സ്ഥലകാലങ്ങളും പരിചയപ്പെടുത്തി. ഇതുപോലെ പവിത്രം, ഹറം പോലെ പവിത്രം, ദുൽഹജ്ജ് പോലെ പവിത്രം, അറഫയുടെ മണൽത്തരികൾ പോലെ പവിത്രം. ചിന്താഗതിയിൽ മറ്റുള്ളവന്റെ വ്യക്തിത്വത്തെ നിങ്ങൾ പവിത്രമായി തന്നെ സങ്കല്പിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇങ്ങനെ പഠിപ്പിച്ചു വിട്ടു. അഭിമാനത്തിന് കാവൽ നിൽക്കണം, അതൊരു പ്രധാന സുന്നത്താണ്. അഞ്ചാമത്തെ സുന്നത്തതാ ജീവിതത്തിന്റെ സമ്പർക്കത്തിൽ ഇടപെടേണ്ട. ആറാമത്തെ സുന്നത്ത് പരസ്പരം കരുണ വേണേ. പരസ്പരം കരുണ അങ്ങനൊന്നുണ്ടാവണം. നമുക്ക് മാത്രം എന്ന ഒരു തോന്നലിൽ പരിമിതപ്പെടുന്ന സാഹചര്യമാ നമ്മുടേത്. പരസ്പരം ഒരു കരുണ. ഈ കരുണയെ പറയാൻ വേണ്ടി ഖുർആനിൽ ആ പാരസ്പര്യ ബോധത്തിന്റെ ഏറ്റവും വലിയ കെട്ടുറപ്പുള്ള സമൂഹത്തെ പറയാൻ വേണ്ടി ഖുർആനിൽ അത്ഭുതം നിറഞ്ഞ ഒരു ആയത്ത് തന്നെ കൊണ്ടുവരികയാം. അറബി ഭാഷയിലെ എല്ലാ അക്ഷരങ്ങളും ഉണ്ടെന്ന് മഹാന്മാർ പറയുന്ന ഖുർആനിൽ അപൂർവമായി കാണുന്ന 1-2 ആയത്തുകളിൽ ഒരു ആയത്ത് ഇതാണ്. പരിശുദ്ധ ഖുർആനിന്റെ 113 അധ്യായങ്ങളും സന്നിവേശിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ എന്ന ഖുർആന്റെ ഉള്ളടക്കത്തിൽ പോലും അറബി ഭാഷയിലെ എല്ലാ അക്ഷരവുമില്ല. എന്നാൽ കേട്ടോളൂ, അള്ളാഹുവിന്റെ ഖുർആനിൽ പല അധ്യായങ്ങളിലും അറബി ഭാഷയിലെ പല അക്ഷരങ്ങളും ഇടപെടാത്തോടത്ത് ഒരായത്തിൽ അറബി ഭാഷയുടെ എല്ലാ അക്ഷരവും വന്നു എന്ന സൗന്ദര്യം ആ കെട്ടുറപ്പുള്ള സമൂഹത്തിന്റെ പാരസ്പര്യ ബോധത്തെ, കരുണയെ പരിചയപ്പെടുത്താൻ വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശ്ദാഉ അലൽ കുഫാർ رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل സുദീർഘമായ ആയത്ത് രസകരമായ ഒരു സംഘബോധത്തെ പരിചയപ്പെടുത്തുന്നു. സംഘത്തെ പറയുമ്പോ നേതാവിനെ ആദ്യം പറയണം. നേതാവിനെ പറയുമ്പോ നേതാവിന്റെ സർവവേഷഭൂഷാദികൾ പറയണം. നേതാവിന്റെ ബിരുദം പറയണം, യോഗ്യത പറയണം, അനശ്വരനാമം, 5 അക്ഷരം, 5-ൽ 3 മീമ്, മനുഷ്യ ജീവിതത്തിന്റെ 3 സങ്കേതങ്ങൾ, അത് 3 അവതരിപ്പിക്കപ്പെട്ട 3 മീമുകളുടെ സഞ്ചയ കേന്ദ്രമേ, സംഗമ കേന്ദ്രമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. 5 അക്ഷരമുള്ള 3 മീമുകൾ കൂടിയ 5 അക്ഷരമുള്ള അവിടുത്തെ നിയോഗത്തിന്റെ സർവ്വലക്ഷ്യത്തെയും പ്രതിനിധാനം ചെയ്യുന്ന, ലോകത്ത് അന്ന് വരെ ആര് സ്വീകരിച്ചാലും സ്ഥിരപ്പെടാതെ ജീവിതം അവസാനിച്ചു പോകുന്ന അത്ഭുതമായ ഈ പേരിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ വല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത്തിന്റെ നിയോഗത്തിന് വേണ്ടി കാത്തിരുന്നവർ പൂർവ്വ പ്രമാണങ്ങളിൽ നിന്നും കട്ടെടുത്ത് പഠിച്ച പേര്, പിന്നീട് നാമകരണം ചെയ്യപ്പെട്ട പേര്. ഇമാം ശുർവാനി തുഹ്ഫയുടെ മുഖദ്ദിമയിൽ പറയുന്നത് 15 പേർക്ക് ചാർത്തപ്പെട്ടിട്ടും ഈ 15 പേര് ഉടലോടെ ഉയരോടെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അത്ഭുതത്തിന്റെ പ്രതീകത്തിന് പിന്നെ പറയപ്പെട്ട പേരാണ് മുഹമ്മദ് മുസ്തഫ. ആ പേര് കൊണ്ട് തന്നെ അവിടുത്തെ സംഘ നേതാവിനെ, ആ സംഘത്തിന്റെ നേതൃത്വത്തെ പറഞ്ഞു, ബിരുദം പറഞ്ഞു. ആ ബിരുദം പലരും പലതും പറഞ്ഞിട്ടുണ്ട്.
തകർന്നടിഞ്ഞു പോയ മാനുഷിക നിയമത്തിന്റെ പുനഃസംവിധായകൻ എന്ന് പറഞ്ഞവരുണ്ട്, കുഴിച്ചുമൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകൻ എന്ന് പറഞ്ഞവരുണ്ട്, കരുണയുടെ കടൽ എന്ന് പറഞ്ഞവരുണ്ട്. ഈ നേതാവിന്റെ ബിരുദം അല്ല പറഞ്ഞത് റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹ് അശ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. എത്ര വിശേഷണങ്ങൾ സ്വഹാബത്തിനെ പറ്റി പറയാൻ. അറബി ഭാഷയിലെ അക്ഷരക്കൂട്ടങ്ങൾ പങ്കെടുത്ത മഹത്തായ വർണ്ണനയുടെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സൗന്ദര്യബോധത്തിന്റെ ഏറ്റവും വലിയ തലമാണ് ഈ ആയത്ത്. അല്ലാഹു അതിന്റെ വെളിച്ചം നമ്മുടെ ഖൽബിൽ തരട്ടെ. ബദരീങ്ങളെ പറഞ്ഞ ആയത്ത, ഹബീബിന്റെ മദ്ഹ് പറഞ്ഞ ആയത്ത. അല്ലാഹു നമുക്കതിന്റെ വെളിച്ചം മനസ്സിൽ തരട്ടെ. റുഹമാഉ ബൈനഹും, ആ സമൂഹത്തിൽ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത പ്രധാന സുന്നത്താണ് പരസ്പരം കരുണ, പരസ്പരം സ്നേഹം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്റെ പ്രിയമുള്ളവരെ, പിന്നെ അവിടുത്തെ ജീവിതത്തിൽ കാണുന്ന ഒരു പ്രധാന സുന്നത്താണ് സലാം പ്രചരിപ്പിക്കൽ. സ്നേഹം വർദ്ധിക്കും. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ കാണുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് സലാം പ്രചരിപ്പിക്കാനാ. പരിശുദ്ധ മദീനയിലേക്ക് പാദമോന്നിയതിന്റെ ഉടനെ നടന്ന കന്നിപ്രസംഗത്തിൽ ആദ്യത്തെ പ്രഭാഷണത്തിൽ തന്നെ ഇസ്ലാമിന്റെ സൗന്ദര്യം രണ്ട് കാര്യമാ. വിഷന്നിതനായി വരുന്നവന് ഭക്ഷണം കൊടുക്കലാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് സുപരിചിതരായവരുടെ മുഖത്ത് നോക്കി സലാം പറയലാണ് പുണ്യമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലിയൊരു സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി സൗന്ദര്യമുള്ള ഒരു രാഷ്ട്രത്തെ, രാഷ്ട്രീയ ബോധമുള്ള ഒരു സമൂഹത്തെ, ക്രിയാത്മകമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ. ദ്രംഷ്ടയിൽ കറപുരണ്ട് രക്തത്തിന്റെ നാറ്റമടിച്ചിരുന്ന ഒരു സമൂഹം നോക്കിയാ സുകുമാർ കക്കാട് പറയുന്നത്. അങ്ങനെയുള്ളൊരു സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ ദ്രംഷ്ടയിൽ സൗന്ദര്യത്തിന്റെ ഏറ്റവും പ്രകാശമേറിയ പുഞ്ചിരി വിടർത്താൻ കഴിഞ്ഞത് അങ്ങേക്ക് മാത്രം എന്ന് പറയപ്പെട്ടത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വാസം അർപ്പിച്ച ആള് പോലുമല്ല. അപ്പൊ അത്രത്തോളം അവിടുത്തെ ജീവിതം സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽപാലം പണിത പ്രവാചക. ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചമച്ചും പുളചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗരങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക സല്ലല്ലാഹു അലാ മുഹമ്മദ്. മർത്തൃരക്തക്കറ പറ്റിയ ദ്രംഷ്ടയിൽ മനന്തര സ്മൃതി കോർത്ത ബിംബങ്ങളെ സത്യവിശ്വാസ പ്രകാശ ധാവല്യത്തിൽ നിത്യപ്രവാഹാൽ തകർത്ത പ്രബോധകാഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലിൽ മുഖ്തഹിമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കുക അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി ചെയ്ത, പരസ്യമായി ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ അടുക്കൽ രേഖയല്ലേ, പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഹബീബിന്റെ ഇഷ്ടക്കാരിൽ ചേർക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഒരുപാട് പേർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ആവശ്യങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ.
വീടില്ലാത്തവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. നല്ലൊരു വീട് കൊടുക്കണേ അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. തടസ്സങ്ങളില്ലാതെ വീട് പണി നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ അടുപ്പിക്കണേ അല്ലാ. കടബാധ്യത ഉള്ളവരുടെ റബ്ബേ കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയിൽ കഴിയുന്ന ഒരു സഹോദരി കോഴിക്കോട് ഇപ്പോൾ ചികിത്സ തുടർന്നു കൊണ്ടിരിക്കുക, കീമോ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ശരീരത്തിന്റെ വികൃതമായ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ മാറി നല്ലൊരു അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ചെറിയ മക്കളാണ് തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, അത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.